രാമായണ മോസ്റ്റ് എക്സ്പെൻസീവ് ഇന്ത്യൻ സിനിമ. ഏകദേശം 2 സിനിമയ്ക്കൂടെ 1600 കോടിയാണ് ഈ സിനിമയുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സിനിമയ്ക്ക് ഏകദേശം 900 കോടി, ഫസ്റ്റ് സിനിമയ്ക്ക് 900 കോടി എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട മോസ്റ്റ് എക്സ്പെൻസീവ് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ അത് കൽക്കി 2898 AD ആയിരുന്നു. അത് വേറെ ലെവൽ സിനിമയായിരുന്നു. നാഗശ്വിന് പണി അറിയാവുന്നതുകൊണ്ട് മഹാഭാരതത്തെ ഈ പറഞ്ഞൊരു സയൻസ് ഫിക്ഷൻ സാധനമൊക്കെ ആക്കി നമുക്ക് കുറേ അധികം വിഷ്വൽ എഫക്റ്റും അല്ലെങ്കിൽ വിഷ്വൽ ഗൂസ് ബംസ് തരുന്ന സാധനമൊക്കെ തന്ന് നമുക്ക് കിടിലൻ സിനിമയായിരുന്നു അത്. അതല്ലാണ്ട് കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആദിപുരുഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം ഇറങ്ങിയിട്ടുണ്ട്. വൻ വെറുപ്പിലായിരുന്നു. കുറേ 500-600 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഈ പറയുന്ന പോലെ വർക്കായിട്ടില്ല. അപ്പം ഇനി വരാൻ പോകുന്നത് രാമായണമാണ്. ഓൾറെഡി നമുക്ക് സ്റ്റോറി ഏകദേശം എനിക്കൊന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാമായണത്തിലെ സ്റ്റോറി എന്ന് പറയുന്നത് രാമൻ്റെ സീതയുടെ കഥ പറയുന്നതാണ്, രാവണൻ്റെയൊക്കെ. അപ്പം രാമനായിട്ട് രൺബീർ കപൂറും രാവണനായിട്ട് യാഷുമായിരിക്കും. പിന്നെ സീത സായി പല്ലവിയാണ്. അതിലെനിക്കൊന്നും പറയാനില്ല. ഈ സിനിമ എന്തുകൊണ്ട് ഇത്ര ഒറ്റ ദിവസം കൊണ്ട് ഇത്ര പ്രൊമോട്ടായി അല്ലെങ്കിൽ വൈറലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, ഹാൻസ് സിമ്മർ. ഹാൻസ് സിമ്മർ ഈ സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നുണ്ട്. അതും എ ആർ റഹ്മാനും കൂടെ. എ ആർ റഹ്മാനും ഹാൻസ് സിമ്മറും കൂടെ ചേർന്നിട്ടായിരിക്കും ഈ ഒരു സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത്. അതൊരു ഭയങ്കര സംഭവമാണ്. ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഹാൻസ് സിമ്മർ മ്യൂസിക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ലെജൻഡറി സംഭവം. ഈ സിനിമയുടെ മ്യൂസിക് അത്രയും ലെവലായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിതീഷ് തിവാരിയാണ് സിനിമയുടെ ഡയറക്ടർ. പുള്ളി എന്ത് കാണിക്കുന്നു എന്നുള്ളതിലാണ് പുള്ളിയുടെ വിഷ്വൽ. പുള്ളി രാമായണം വായിച്ചിട്ട് അത് എങ്ങനെയാണ് പുള്ളി കണ്ടത്, പുള്ളിയുടെ പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടാണ് നമുക്ക് ഈ സിനിമ കാണാൻ പോകാനായിട്ട് പറ്റുള്ളൂ. ഇത് കുറേ അധികം നല്ല വിഷ്വൽസ് ഉണ്ട്, കുറേ സിനിമാറ്റിക് മൊമെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സിനിമ സൂപ്പറായിരിക്കും. സീരിയലൊന്നും എടുത്ത് വെക്കാതിരുന്നാൽ മതിയായിരുന്നു. അവസാനം ഇറങ്ങിയ കണ്ണപ്പ പക്കാ സീരിയലായിരുന്നു, അതുകൊണ്ടാണ് സിനിമ പൊട്ടിയത്. അതുപോലെ ഒന്നും എടുക്കാണ്ട് കുറേ വിഷ്വൽ ബ്യൂട്ടിയുള്ള സീൻസ്, കുറേ അധികം ഗൂസ് ബംസും അഡ്രിനാലിൻ റഷ് തരുന്ന സീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങളുണ്ട് രാമായണത്തിലൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമ ഹിറ്റായിരിക്കും. പറയുന്ന 2 സിനിമയും കൂടെ 1600 എന്ന് പറയുമ്പോൾ ഒരു 3000-3500 കോടി റിട്ടേൺ കിട്ടിയെങ്കിൽ ഈ സിനിമ ഒരു ബ്രേക്ക് ഈവൻ എന്നെങ്കിലും പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും പ്രത്യേകിച്ച് ഹോപ്പൊന്നും പറയാൻ പറ്റില്ല. സിനിമയുടെ ഒരു ട്രെയിലർ പോലും ഇറങ്ങുന്നതിന് മുമ്പ്. കാരണം VFX ഒക്കെ ഒരുപാട് വേണ്ടതാണ്. അപ്പോൾ എങ്ങനെ VFX ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് ഒരു ട്രെയിലറെങ്കിലും നല്ല റിലീസ് ആയെങ്കിലേ പറ്റുള്ളൂ. എന്തായാലും പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യും.